1971 ഡിസംബർ 24 ക്രിസ്തുമസിൻ്റെ ആ തലേ ദിവസം പെറുവിയൻ എയർലൈൻസിൻ്റെ പാസഞ്ചർ വിമാനമായ ലാൻസ ഫ്ലൈറ്റ് 508 പെറുവിൻ്റെ തലസ്ഥാനമായ ലിമയിൽ നിന്ന് പുകാൽപ നഗരത്തിലേക്ക് പുറപ്പെട്ടു. ഏകദേശം ഉച്ച സമയമായിരുന്നു അപ്പോൾ. വിമാനം പറന്നുയർന്ന് അരമണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. അന്തരീക്ഷമാകെ കറുത്തുരുണ്ട മേഘപാളികളാൽ നിറഞ്ഞു. വിമാനത്തിനു മുന്നിൽ വലിയ ഇടിമിന്നലുകളോടുകൂടി ശക്തമായി മഴ പെയ്യുന്നുണ്ടായിരുന്നു. മോശമായ കാലാവസ്ഥ പൈലറ്റുകാർ ക്രൂ മെമ്പറെ അറിയിച്ചുവെങ്കിലും ക്രിസ്മസ് അവധിക്കാലമായതിനാൽ കുറച്ച് വിമാനങ്ങൾ കൂടി പറക്കാനായി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നതിനാൽ കഴിയുന്നതുപോലെ സേഫായിട്ട് മുന്നോട്ടു പോകാൻ പൈലറ്റുകാർക്ക് നിർദ്ദേശം ലഭിച്ചു. അങ്ങനെ ആ പൈലറ്റുകാർ അപകടകരമായ ആ ഒരു തീരുമാനമെടുക്കുന്നു. അപകടകരമായ ആ കാലാവസ്ഥയെ തരണം ചെയ്ത് മുന്നോട്ട് തന്നെ പോകാൻ. എന്നാൽ പെട്ടെന്ന് തന്നെ ആ കറുത്തിരുണ്ടു കൂടിയ മേഘപാളികളിലൂടെ ശക്തമായൊരു ഇടിമിന്നലുണ്ടായി. വിമാനത്തിൻ്റെ ചിറകിൽ ഇടിമിന്നലേറ്റ് വിമാനത്തിൻ്റെ വലതുവശത്തെ എഞ്ചിൻ കേടായി കത്താൻ ആരംഭിച്ചു. അധികം താമസിക്കാതെ തന്നെ വിമാനം കുത്തനെ ആമസോൺ കാടുകൾക്കുള്ളിലേക്ക് തകർന്നു വീണു. തുടർന്നുള്ള 10 ദിവസങ്ങൾ ഹെലികോപ്റ്ററുകളിൽ രക്ഷാപ്രവർത്തന സംഘങ്ങൾ അപകടമുണ്ടായി എന്ന് കരുതപ്പെടുന്ന സ്ഥലത്തിനു ചുറ്റും പറന്ന് ക്രാഷ് സൈറ്റ് കണ്ടെത്താൻ ശ്രമിച്ചു. തിങ്ങിനെരുങ്ങിയ വനമായതിനാൽ കാട്ടിനുള്ളിൽ പല ഭാഗത്തായി ചിതറിക്കിടക്കുന്ന വിമാനാവശിഷ്ടങ്ങൾ അവർക്ക് കണ്ടെത്താനായില്ല. 10 ദിവസങ്ങൾ നീണ്ടുനിന്ന തിരച്ചിൽ നടത്തിയിട്ടും വിമാനാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിയാതായതോടെ അവർ രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചു. കൂടാതെ വിമാനം മിസ്സിംഗ് ആണെന്ന് പ്രഖ്യാപിച്ചു. അതോടൊപ്പം തന്നെ വിമാനത്തിലെ യാത്രക്കാരും ജീവനക്കാരുമടക്കം 92 പേർ മരിച്ചതായും അനുമാനിച്ചു. എന്നാൽ 11-ാം ദിവസം ഒരു സുന്ദരിയായ 17-കാരിയായ കൗമാരക്കാരി ആ വിമാനാപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട് ആ ആമസോൺ കാട്ടിലെ വന്യതയെ അതിജീവിച്ച് പുറത്തെത്തി. ചെറിയൊരു ഫ്രോക്കായിരുന്നു അവളുടെ വസ്ത്രം. കാലുകളിൽ ഒരു ചെരുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശരീരമാസകലം മുറിവേറ്റതും ചോരപ്പാടുകളും. ഒരു കണ്ണ് തടിച്ചു വീർത്ത് കൺപോളകൾ തുറക്കാനാകാതെ മൂടിപ്പോയിരിക്കുന്നു. വലത് ഷോൾഡറിലെ ആഴമുള്ള മുറിവിൽ നിന്നും നിറയെ പുഴുക്കൾ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അവളുടെ പേര് ജൂലിയാൻ കോപ്കെ എന്നായിരുന്നു. ആമസോൺ എന്ന ആ കൊടും കാട്ടിനുള്ളിൽ അവൾ ഒറ്റയ്ക്ക് 10 ദിനരാത്രങ്ങൾ അതിജീവിച്ചതെങ്ങനെയെന്ന് അവൾ ലോകത്തോട് പറഞ്ഞു. ഈ വീഡിയോയിലൂടെ നമ്മളിന്ന് കാണാൻ പോകുന്നത് വിമാനം തകർന്നു വീണ് മരണത്തിൽ നിന്നും രക്ഷപ്പെട്ട ജൂലിയാൻ കോപ്കെയുടെ റിയൽ സർവൈവൽ സ്റ്റോറിയാണ്. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വച്ചോളൂ, അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. 2 ജർമ്മൻ പ്രകൃതിശാസ്ത്രജ്ഞരായ ഹാൻസ് വിൽഹെം കോപ്കെയുടെയും മരിയ കോപ്കെയുടെയും മകളായി 1954 പെറുവിലെ ലിമയിലാണ് ജൂലിയൻ കോപ്കെ ജനിച്ചത്. പിതാവായ ഹാൻസ് വിൽഹെം ഒരു ജീവശാസ്ത്രജ്ഞനായിരുന്നു. അമ്മ മരിയ ഒരു പക്ഷിശാസ്ത്രജ്ഞയായിരുന്നു. ജൂലിയാൻ ഒരു സ്കൂൾ വിദ്യാർത്ഥിനി ആയിരിക്കുന്ന സമയത്ത് അവർ ലിമയിൽ നിന്ന് പുകാൽപയിലേക്ക് താമസം മാറി. പുകാൽപയിൽ അവർ വനത്തിനുള്ളിൽ ഒരു എക്കോളജിക്കൽ സ്റ്റേഷനൊക്കെ സ്ഥാപിച്ച് കാടുകളെയും ജീവികളെയുമൊക്കെ നിരീക്ഷിച്ച് പഠനം നടത്തി വരികയായിരുന്നു. ജൂലിയാൻ എന്ന ആ കൊച്ചു പെൺകുട്ടിയും അവളുടെ മാതാപിതാക്കളുടെ കൂടെ നടന്ന് കാടുകളെയും ജീവികളെയും കണ്ടും കേട്ടും മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. കാട്ടിൽ എന്തിനു ഭയപ്പെടണം, എന്തിനു ഭയപ്പെടരുത്, എന്തൊക്കെയാണ് ഭക്ഷ്യയോഗ്യമായവ, അവ എങ്ങനെ തിരിച്ചറിയാം എന്നിങ്ങനെ കാടുകളെക്കുറിച്ചുള്ള ബേസിക് നോളജ് ജൂലിയാൻ അവളുടെ മാതാപിതാക്കളിൽ നിന്നും സ്വായത്തമാക്കി. അവൾക്ക് അതിശയകരവും രസകരവുമായ കുട്ടിക്കാലമായിരുന്നു ഉണ്ടായിരുന്നത്. പെറുവിൻ്റെ തലസ്ഥാനമായ ലിമയിൽ നിന്ന് പുകാൽപയിലേക്ക് താമസം മാറിയപ്പോൾ ജൂലിയാൻ പഠിച്ചിരുന്ന സ്കൂളിൽ നിന്ന് TC വാങ്ങിക്കുകയോ അവളെ മറ്റൊരു സ്കൂളിൽ ചേർക്കുകയോ ചെയ്തിരുന്നില്ല. ആയതിനാൽ തന്നെ പെറുവിലെ വിദ്യാഭ്യാസ മന്ത്രാലയം ഇടപെട്ട് കുട്ടിയെ തിരികെ സ്കൂളിൽ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ജൂലിയായും അവളുടെ അമ്മയും പെറുവിൻ്റെ തലസ്ഥാനമായ ലിമയിലേക്ക് മടങ്ങി. അവൾ സ്കൂൾ വിദ്യാഭ്യാസം തുടർന്നു. അവളുടെ പിതാവ് പുകാൽപയിലാണ് താമസിക്കുന്നത്. അവധിക്കാലമാകുമ്പോൾ ജൂലിയാനും അവളുടെ അമ്മയും പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നതൊക്കെ പതിവായിരുന്നു. 1971 ജൂലിയാൻ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാനുള്ള അവസാന പരീക്ഷയൊക്കെ എഴുതി കഴിഞ്ഞ് ഡിസംബർ 23 സ്കൂളിലെ ആഘോഷ ചടങ്ങുകളിലൊക്കെ പങ്കെടുത്ത ശേഷം ഒരുമിച്ച് ക്രിസ്മസ് ആഘോഷിക്കുന്നതിനായി അവളും അവളുടെ അമ്മയും അവളുടെ പിതാവ് താമസിക്കുന്ന പുകാൽപയിലേക്ക് പോകുവാൻ തയ്യാറെടുത്തു. അങ്ങനെയായിരുന്നു 1971 ഡിസംബർ 24 അവർ പെറുവിൻ്റെ തലസ്ഥാനമായ ലിമയിൽ നിന്നും പുകാൽപയിലേക്ക് പറക്കുന്നതും ഇടിമിന്നലേറ്റ് വിമാനം തകർന്ന് ആമസോൺ കാട്ടിൽ വീഴുന്നതും. കാട്ടിനുള്ളിലേക്ക് വിമാനം പതിക്കുന്നതിന് തൊട്ടുമുമ്പ് വിമാനം പൊട്ടിത്തെറിച്ച് പല പീസുകളായി കാട്ടിനുള്ളിൽ പല ഭാഗത്തായാണ് വിമാനാവശിഷ്ടങ്ങൾ വീണത്.
ജൂലിയാൻ ഇരുന്നിരുന്ന 3 പേർക്ക് ഇരിക്കാവുന്ന ആ വലിയ സീറ്റ് മുഴുവനായും ഇളക്കിത്തെറിച്ച് വിമാനാവശിഷ്ടങ്ങളുടെ മറ്റൊരു ഭാഗത്താണ് വീണത്. വളരെ ശക്തിയായി വീണതിൻ്റെ ആഘാതത്തിൽ 17-കാരിയായ ജൂലിയാന് അപ്പോൾ തന്നെ ബോധം നഷ്ടപ്പെട്ടിരുന്നു. സീറ്റ് ബെൽറ്റിൻ്റെ സപ്പോർട്ടുള്ളത് കൊണ്ടാവാം ഒരുപക്ഷെ ജൂലിയാന് ജീവൻ നഷ്ടപ്പെടാതിരുന്നത്. അപകടം നടന്ന് 1 ദിവസത്തിന് ശേഷമാണ് അവൾക്ക് ബോധം വന്നത്. അപ്പോൾ കാട്ടിനുള്ളിൽ ശക്തമായി മഴ പെയ്യുന്നുണ്ടായിരുന്നു. അവൾക്ക് അനങ്ങാൻ പോലും കഴിയാത്ത ബോഡി പെയിൻ ഉണ്ടായിരുന്നു. അവളുടെ കോളർ ബോൺ ഒടിഞ്ഞിരിക്കുന്നു. കാലിൽ വലിയ ആഴത്തിൽ ഒരു മെറ്റൽ പീസ് തുളങ്ങി കയറിയിരിക്കുന്നു. വലത് ഷോൾഡറിൽ ഗുരുതരമായി ആഴത്തിൽ മുറിവ് പറ്റിയിരിക്കുന്നു. കൺപോളകൾ തടിച്ചു വീർത്ത് ഒരു കണ്ണ് മറയുന്ന രീതിയിൽ വീർത്തിരിക്കുന്നു. തുടർന്നുള്ള 2-3 ദിവസങ്ങൾ ജൂലിയാന് നരകതുല്യമായിരുന്നു. ഓർക്കാനം, ഛർദി, മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ബോധക്ഷയവും സംഭവിക്കുമായിരുന്നു. ഒരു ഘട്ടത്തിൽ സീറ്റ് ബെൽറ്റുകൾ അഴിച്ചുമാറ്റി ആ സീറ്റിൽ നിന്നും സ്വതന്ത്രമാകാൻ അവൾക്ക് കഴിഞ്ഞു. 3-4 ദിവസങ്ങൾക്ക് ശേഷമാണ് അവൾക്ക് കാലുകൾ ഉറപ്പിച്ച് നിവർന്നു നിൽക്കാനായത്. അവൾ മറ്റുള്ളവരെ കണ്ടെത്താൻ ശ്രമിച്ചു. എന്നാൽ ചിതറിക്കിടക്കുന്ന മൃതദേഹങ്ങളും വിമാനാവശിഷ്ടങ്ങളും മാത്രമാണ് അവൾക്ക് കാണാൻ സാധിച്ചത്. അവളോടൊപ്പം യാത്ര ചെയ്തിരുന്ന അവളുടെ അമ്മയെയും അവൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. കാടിനു മുകളിലൂടെ രക്ഷാപ്രവർത്തനത്തിനായി തകർന്ന വിമാനം തിരഞ്ഞു പറക്കുന്ന ഹെലികോപ്റ്ററുകളുടെ ശബ്ദം അവൾക്ക് കേൾക്കാമായിരുന്നു. അവൾ മുകളിലേക്ക് നോക്കുമ്പോൾ അവൾക്ക് ആകാശമോ ഹെലികോപ്റ്ററോ കാണാൻ സാധിക്കുമായിരുന്നില്ല. ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന വൻമരങ്ങളുടെ ശിഖരങ്ങളുടെ വന്യത കാടിനുള്ളിൽ ഇരുൾ മൂടി നിൽപ്പുണ്ടായിരുന്നു. ജൂലിയൻ 3-4 ദിവസത്തോളം ആ തകർന്ന വിമാനാവശിഷ്ടങ്ങൾക്കരികിലാണ് കഴിഞ്ഞിരുന്നത്. വന്യമായ കാടിനുള്ളിലെ തകർന്നു കിടക്കുന്ന വിമാനാവശിഷ്ടങ്ങൾ ഹെലികോപ്റ്ററിലെ രക്ഷാപ്രവർത്തകർക്ക് കാണാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ ജൂലിയൻ സ്വയം രക്ഷപ്പെടുക അല്ലാതെ മറ്റു മാർഗങ്ങൾ ഇല്ലെന്ന് മനസ്സിലാക്കി. ആ കൊടുങ്കാട്ടിൽ നിന്നും അതിജീവിക്കാനുള്ള മാർഗങ്ങൾ തേടി മുന്നോട്ടു പോകുവാൻ തീരുമാനിക്കുന്നു. ആ തകർന്ന വിമാനാവശിഷ്ടങ്ങളിൽ നിന്നും അവൾക്ക് ക്രിസ്മസിനായി ആരോ വാങ്ങിയ ക്രിസ്മസ് കേക്കും 1 പാക്കറ്റ് കാൻഡി മിഠായും ലഭിച്ചു. ആ കേക്കിൻ്റെ രുചി അവൾക്ക് ഇഷ്ടപ്പെടാത്തതിനാൽ ആ കേക്ക് അവൾ അവിടെ ഉപേക്ഷിച്ച് ആ 1 പാക്കറ്റ് കാൻഡി മിഠായും കയ്യിൽ കരുതി വഴിയൊന്നുമില്ലാത്ത ആ കാട്ടിൽ ലക്ഷ്യമില്ലാതെ എങ്ങോട്ടോ നടന്നു. നടന്ന് അവൾ ഒരു നീരുറവയുടെ അരികിലേക്കാണ് ചെന്നെത്തിയത്. അവൾ ആ ഒഴുകുന്ന അരുവിയിലൂടെ നടക്കാൻ ആരംഭിച്ചു. അവളുടെ മാതാപിതാക്കളിൽ നിന്ന് കാടുകളെക്കുറിച്ച് അവൾ മനസ്സിലാക്കിയെടുത്തിരുന്ന അറിവുകൾ അവളുടെ അതിജീവനത്തിന് ആത്മവിശ്വാസമേകി. കാടുകളിലൂടെ നടന്നാൽ മാംസഭുക്കുകളായ വന്യജീവികളുടെ ആക്രമണമുണ്ടായാൽ ഒരിക്കലും അവരിൽ നിന്ന് ഈ മോശമായ ആരോഗ്യ സാഹചര്യത്തിൽ രക്ഷപ്പെടാനാകില്ല. പ്രത്യേകിച്ചും ഈ ആമസോൺ കാട്ടിൽ അത്തരത്തിലുള്ള ധാരാളം മാംസഭുക്കുകളായ മൃഗങ്ങളും മാരക വിഷമുള്ള വിഷപ്പാമ്പുകളും ധാരാളമുണ്ട്. അതുകൊണ്ടാണ് ജൂലിയൻ അരുവിയിലൂടെ നടക്കാൻ തീരുമാനിച്ചത്. അതുമാത്രവുമല്ല, ചെറിയ അരുവികൾ വീതിയുള്ള പുഴകളിലേക്ക് ചെന്ന് ചേരും. പുഴകളുടെ തീരങ്ങളിൽ ഏതെങ്കിലും ഗോത്രമനുഷ്യരുടെ വീടോ അല്ലെങ്കിൽ ഏതെങ്കിലും വില്ലേജുകളിൽ നിന്ന് മത്സ്യബന്ധനത്തിനായി എത്തുന്ന ഏതെങ്കിലും മനുഷ്യരെ കണ്ടാൽ രക്ഷപ്പെടാനുള്ള സാധ്യതകളുമുണ്ട്. ഇതെല്ലാം മനസ്സിൽ കണ്ടാണ് ജൂലിയൻ ആ അരുവിയിലൂടെ നടക്കുന്നത്. ജൂലിയനെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥമാക്കിയിരുന്നതും ബുദ്ധിമുട്ടിച്ചിരുന്നതും കാട്ടിനുള്ളിലെ പ്രാണികളുടെയും ഈച്ചകളുടെയും ശല്യമായിരുന്നു. അവൾ ചെറിയൊരു ഫ്രോക്കാണ് ധരിച്ചിരുന്നതിനാലും ശരീരത്തിൽ ധാരാളം മുറിവുകൾ ഉണ്ടായിരുന്നതിനാലും പ്രാണികളുടെ ആക്രമണം അവൾ എപ്പോഴും നേരിട്ടിരുന്നു. കാട്ടിനുള്ളിലേക്ക് രാത്രിയുടെ ഇരുൾ മൂടി തുടങ്ങുമ്പോൾ അരുവിയുടെ കരയിൽ സേഫായിട്ടുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി കരിയിലകൾ നിരത്തി അതിലായിരുന്നു ഉറങ്ങാൻ കിടന്നിരുന്നത്. എന്നാൽ ചില ദിവസങ്ങളിൽ മഴയും തണുപ്പും, മഴയില്ലാത്ത ദിവസങ്ങളിൽ വലിയ കൊതുകുകളും, പിന്നെ കാടിൻ്റെ ഭീതിപ്പെടുത്തുന്ന വന്യതയും അവൾക്കൊന്ന് വിശ്രമിക്കുന്നതിനും ഉറങ്ങുന്നതിനും പ്രയാസമേറിയ സാഹചര്യങ്ങളായിരുന്നു. എല്ലാ ദിവസവും അവൾക്ക് വളരെ കുറച്ച് സമയമേ ഉറങ്ങാൻ സാധിച്ചിരുന്നുള്ളൂ. വിശപ്പകറ്റുന്നതിനായി അവളുടെ പക്കൽ ഉണ്ടായിരുന്ന കാൻഡി മിഠായികൾ 2 വെച്ച് ഒരു ദിവസം കഴിച്ചിരുന്നത്. പിന്നെ ഇടയ്ക്ക് മഴ പെയ്യുന്നതിനാൽ ഇലകൾ ചേർത്ത് വെള്ളം ശേഖരിച്ച് കുടിക്കുമായിരുന്നു. ഓരോ ദിവസം കഴിയുന്തോറും അവൾ വലിയ രീതിയിൽ അവശയായിക്കൊണ്ടേയിരുന്നു. കാട്ടിൽ ധാരാളം കായ്കളും പഴവർഗ്ഗങ്ങളുമൊക്കെ കണ്ടു. എന്നാൽ അവളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന ഫലങ്ങളായതിനാൽ തന്നെ അത് ഭക്ഷ്യയോഗ്യമാണോ എന്നറിയാത്തതിനാൽ അതൊന്നും പറിച്ചു കഴിക്കാതെ അസഹനീയമായ വിശപ്പും സഹിച്ച് പ്രാണികളുടെ ആക്രമണങ്ങളും നേരിട്ട് പുഴയോരങ്ങളിലൂടെ അവൾ ദിവസങ്ങളോളം നടന്നുകൊണ്ടേയിരുന്നു. അവൾ നടന്നുകൊണ്ടിരുന്ന പുഴയിലും പുഴയുടെ തീരങ്ങളിലുമെല്ലാം ധാരാളം മുതലകളെ അവൾ കണ്ടിരുന്നു. എന്നാൽ അവൾക്ക് മുതലകളെ പേടിയുണ്ടായിരുന്നില്ല. കാരണം
മുതലകൾ മനുഷ്യരെ അപൂർവമായി ആക്രമിക്കൂ എന്നവൾ അവളുടെ മാതാപിതാക്കളിൽ നിന്ന് കുട്ടിക്കാലത്തെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ നദിയിൽ അവൾ ഭയപ്പെട്ടിരുന്നത് ശുദ്ധജല തിരണ്ടി മത്സ്യങ്ങളെയായിരുന്നു. അത് ആ പുഴയിൽ ധാരാളം ഉണ്ടായിരുന്നു. തിരണ്ടി മത്സ്യത്തെ അറിയാണ്ട് ചവിട്ടിയാൽ അത് അതിൻ്റെ വാലുകൊണ്ട് ശക്തമായി കുത്തും. അത് കാലിൻ്റെ എല്ലിനുള്ളിൽ വരെ തുളച്ചു കയറും. ആയതിനാൽ നീളമുള്ള ഒരു കമ്പ് കുത്തിയായിരുന്നു അവൾ നദിയിലൂടെ നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ 10ാമത്തെ ദിവസം അവൾ തീരെ അവശനിലയിലായി കഴിഞ്ഞിരിക്കുന്നു. അവൾ വളരെ ശ്രമപ്പെട്ട് നദിയിലൂടെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് അകലെ മറുകരയിൽ ചെറിയൊരു കൈത്തോണി കെട്ടിയിട്ടിരിക്കുന്നതായി അവൾ കണ്ടു. ആദ്യമൊന്നും അതവൾ വിശ്വസിച്ചില്ല. തൻ്റെ കണ്ണുകൾ അവളോട് കള്ളം പറയുന്നതായിരിക്കും, ഹാലുസിനേഷൻ ആയിരിക്കും എന്നാണ് അവൾക്ക് തോന്നിയത്. വീണ്ടും അവൾ മുന്നോട്ട് നടന്ന് അത് വള്ളം തന്നെയാണോ എന്ന് വീണ്ടും ശ്രദ്ധിച്ചു. അതെ, അത് ചെറിയൊരു വള്ളം തന്നെയായിരുന്നു. അവൾ അവശനിലയിൽ ആയിരുന്നുവെങ്കിലും രക്ഷപ്പെടാൻ ഒരു അവസരം കിട്ടിയിരിക്കുന്നു എന്ന പ്രതീക്ഷയോടെ അവൾ ആ ചെറുവള്ളം ലക്ഷ്യമാക്കി നീന്തി. വള്ളത്തിനരികിലെത്തിയപ്പോൾ ആ വള്ളം പുഴയോരത്തെ കാട്ടുചെടികളിൽ കെട്ടിയിട്ടിരിക്കുന്നതായി അവൾ കണ്ടു. ഈ പരിസരത്ത് മനുഷ്യ സാന്നിധ്യം ഉണ്ടാകുമെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. അവൾ കരയിലേക്ക് കയറി ചുറ്റും നോക്കി. അവിടെ കാട്ടോലകൾ കൊണ്ട് മേഞ്ഞ ചെറിയൊരു കുടിൽ അവൾ കണ്ടു. അവൾ ആ കുടിലിലേക്ക് പോയി. അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവിടെ ഒരു ബാരലിൽ മണ്ണെണ്ണ ഇരിക്കുന്നതായി അവൾ ശ്രദ്ധിച്ചു. അവളുടെ വലത് ഷോൾഡറിലെ ആഴമേറിയ മുറിവിൽ പ്രാണികളും ഈച്ചകളും മുട്ടയിട്ടത് കൊണ്ടാകാം ആ മുറിവിൽ നിറയെ പുഴുക്കളും അസഹനീയമായ ദുർഗന്ധവും വമിക്കുന്നുണ്ടായിരുന്നു. അവൾ കുഞ്ഞായിരുന്ന സമയത്ത് അവളുടെ വീട്ടിൽ വളർത്തിയിരുന്ന നായ്ക്ക് മുറിവേറ്റ് പുഴുവുണ്ടായ സമയത്ത് അവളുടെ അച്ഛൻ ആ നായയുടെ മുറിവിൽ മണ്ണെണ്ണ പുരട്ടി പുഴുക്കളെ അകറ്റി മുറിവ് ഭേദമാക്കിയത് അവൾക്കപ്പോൾ ഓർമ്മ വന്നു. അവൾ അവിടെ കണ്ട മണ്ണെണ്ണ ബാരലിൽ നിന്ന് മണ്ണെണ്ണ എടുത്ത് അവളുടെ ഷോൾഡറിലേക്ക് ഇറ്റിച്ച് 30ഓളം പുഴുക്കളെ പുറത്തെടുത്തു. എന്നിട്ടും അവളുടെ ആ മുറിവിനുള്ളിൽ മാംസം തുരന്ന് ഉള്ളിലേക്ക് ധാരാളം പുഴുക്കൾ ഉണ്ടായിരുന്നു. വിശപ്പും വേദനയും ക്ഷീണവും കൊണ്ടവൾ അവിടെ തന്നെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം, അതായത് 11ാമത്തെ ദിവസം, ആരൊക്കെയോ നടന്നു വരുന്നതിൻ്റെ കാലൊച്ചകൾ കേട്ട് അവൾ ഞെട്ടി ഉണർന്നു. അവൾ നോക്കുമ്പോൾ 3 പുരുഷന്മാർ. ശരീരം നിറയെ പരുക്കുകളുമായി അവശനിലയിൽ കണ്ട ആ പെൺകുട്ടിയെ നോക്കിക്കൊണ്ട് തെല്ലൊരു ആശങ്കയോടെ നിൽക്കുന്നുണ്ടായിരുന്നു അവർ. ആമസോൺ കാട്ടിൽ അനധികൃതമായി കടന്നുകയറി വിറകിനായി മരം മുറിക്കുന്നതിനും കൃഷി ചെയ്യുന്നതിനുമായി കുറച്ചകലെയുള്ള ജനവാസ ഗ്രാമത്തിൽ നിന്നും വന്നവരായിരുന്നു ആ 3 പുരുഷന്മാർ. ജൂലിയാന് സ്പാനിഷ് അറിയാവുന്നതിനാൽ അവൾ അവരോട് ഞാൻ വിമാനാപകടത്തിൽപ്പെട്ടതാണെന്നും അവിടുന്ന് രക്ഷപ്പെടാനുള്ള മാർഗം തേടി വന്നതാണെന്നുമുള്ള നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു. ആ പുരുഷന്മാരും ആ വിമാനാപകടത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. അവർ അവൾക്ക് അവരുടെ കൈവശമുണ്ടായിരുന്ന ആഹാരം നൽകി. എന്നിട്ടവർ അവളെ അവർ വന്ന മോട്ടോർ ഘടിപ്പിച്ച വള്ളത്തിൽ കയറ്റി നദിയിലൂടെ 7 മണിക്കൂർ സഞ്ചരിച്ച് ഒരു ഗ്രാമീണ പട്ടണത്തിലെത്തിച്ച് അവിടുത്തെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. ലോകത്തെ അതിശയിപ്പിച്ച ആ വാർത്ത കാട്ടുതീ പോലെ ലോക പത്രമാധ്യമങ്ങളിൽ സെൻസേഷനലായി. ആമസോൺ കാട്ടിനുള്ളിൽ തകർന്നു വീണ് ജീവനക്കാരടക്കം 92 പേരുണ്ടായിരുന്ന ആ വിമാനത്തിൽ നിന്നും ജൂലിയാൻ എന്ന 17 വയസ്സുകാരി മാത്രം അതിസാഹസികമായി രക്ഷപ്പെട്ടിരിക്കുന്നു. അവളുടെ പിതാവ് അവളെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ആ ആശുപത്രിയിലേക്ക് പറന്നെത്തി. ലാൻസ എന്ന വിമാന കമ്പനി മുമ്പും സമാനമായ നിരവധി അപകടങ്ങളിൽപ്പെട്ട് ധാരാളം യാത്രക്കാർ മരിച്ചിട്ടുണ്ടായിരുന്നതിനാൽ ലാൻസ എന്ന വിമാന കമ്പനിക്കെതിരെ സർക്കാർ അന്വേഷണം നടത്തി. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാകാതെ ഒരു സുരക്ഷയുമില്ലാതെ നടത്തുന്ന ലാൻസ വിമാന കമ്പനി സർക്കാർ അടച്ചുപൂട്ടിച്ചു. ഈ സംഭവത്തെ ആസ്പദമാക്കി 1974 മിറാക്കിൾ സ്റ്റിൽ ഹാപ്പൻ എന്നൊരു സിനിമയും 1998 ജൂലിയൻ തന്നെ ആമസോണിനുള്ളിലെ ആ തകർന്ന വിമാന അവശിഷ്ടങ്ങൾ കാണാൻ പോകുന്നതും ആ ഒറിജിനൽ വിമാന അവശിഷ്ടങ്ങളും ആ സ്ഥലവുമൊക്കെ കാണിക്കുന്ന വിങ്സ് ഓഫ് ഹോപ്പ് എന്ന ഒരു ഡോക്യുമെൻ്ററിയും ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നത് വിങ്സ് ഓഫ് ഹോപ്പ് എന്ന ആ ഡോക്യുമെൻ്ററി നിങ്ങളും തീർച്ചയായും കണ്ടു നോക്കണം. വിമാനം തകർന്നു വീണ ആമസോൺ കാട്ടിനുള്ളിലെ ആ യഥാർത്ഥ സ്ഥലം നിങ്ങൾക്ക് ആ ഡോക്യുമെൻ്ററിയിൽ കാണാൻ കഴിയും. യൂട്യൂബിൽ ആ ഡോക്യുമെൻ്ററി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കരുത്. വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.